മാങ്കോസ്റ്റിൻ വളരെയധികം ഇഷ്ടമുള്ളവർക്കും അത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയാം. 6 മുതൽ 10 വർഷം വരെ എടുത്തിട്ടാണ് മാങ്കോസ്റ്റിൻ കായ്ക്കുക. നഴ്സറികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തൈ 2 മുതൽ 4 വർഷം വരെയൊക്കെ പ്രായത്തിയതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ വില അതിന് കൊടുക്കേണ്ടി വരും. ഇത്രയും കാലം കാത്തിരിക്കാനുള്ള ക്ഷമയും സ്വന്തമായിട്ട് ഇതിന്റെ തൈ ഉൽപ്പാദിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ട് മാങ്കോസ്റ്റിനിൽ തന്നെ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. മാങ്കോസ്റ്റിന്റെ പൂക്കളിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടല്ല മാങ്കോസ്റ്റിൻ പഴം ഉണ്ടാവുന്നത്. മാതൃസസ്യത്തിന്റെ കലകൾ നേരിട്ട് അതിന്റെ സീഡായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഇതിനെ ക്ലോൺ ഫ്രൂട്ട് എന്നുള്ള ഒരു വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഒരു മാതൃസസ്യത്തിൽ ഉണ്ടാവുന്ന പഴങ്ങളിലെ എല്ലാ സീഡും മാതൃസസ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും കാണിക്കുമെന്നുള്ളതാണ്. നന്നായിട്ട് കായ്ക്കുന്ന 10 വർഷമെങ്കിലും പ്രായം എത്തിയിട്ടുള്ള ചെടികളിൽ നിന്നുള്ള പഴങ്ങൾ ശേഖരിച്ചിട്ട് നമുക്ക് ഇതിന്റെ തൈ ഉൽപ്പാദിപ്പിക്കാം. വിത്ത് തിരഞ്ഞെടുക്കാനായിട്ട് 5 അല്ലികളുള്ള പഴത്തിലെ വിത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. മാംസളമായിട്ടുള്ള ഭാഗം നന്നായിട്ട് നീക്കം ചെയ്ത് ഇതിൽ കാണിക്കുന്നത് പോലെ ഈ വിത്തിന്റെ പുറത്തുള്ള ഈ ഒരു ലെയർ പൊളിച്ച് കളയാതെ വേണം ഇത് പാകാനായിട്ട്. അപ്പോൾ ഇത്രയും നീണ്ടൊരു കാലയളവ് കാത്തിരിക്കാനുള്ള ക്ഷമയുള്ളവർക്ക് സ്വന്തമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും.